ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അഹാനയുടെ തോന്നൽ എന്ന ഫിലിമിലുള്ള ആ ഒരു തോന്നൽ കേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിൽ വേണ്ട ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി നമുക്ക് കേക്ക് മോൾഡ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയുള്ള സിലിക്കൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബണ്ട് കേക്കിൻ്റെ. അപ്പോൾ ഈ ഒരു മോൾഡിൽ നമുക്ക് ഓയിലൊന്നും അങ്ങനെ കൂടുതലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന്. അപ്പോൾ ഞാൻ കേക്ക് മോൾഡ് കുറേ ദിവസമായിട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കണേ. അപ്പോൾ ഞാൻ ഷോപ്പിലൊക്കെ പോയ സമയത്ത് എനിക്ക് ഈ ഒരു മോൾഡ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ മോൾഡ് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ മോൾഡൊക്കെ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച മുട്ടയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊന്ന് പോയതിന് ശേഷം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയുടെ പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്തത് ഇതുപോലെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട പതഞ്ഞ് പൊങ്ങിയതൊന്നും താഴ്ന്നു പോവാത്ത രീതിയിൽ ഇതുപോലെ പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് പൊടിയും ബട്ടർ മിൽക്കും കൂടെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2-3 ബാച്ചായിട്ടാണ് കേട്ടോ ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിലേക്ക് മുഴുവൻ പൊടിയും മുഴുവൻ ബട്ടർ മിൽക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള സിലിക്കൻ്റെ മോൾഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊരു 40 മിനിറ്റ് ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലാതെ നമ്മൾ സാധാരണ ഏതൊരു പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം കട്ടിയുള്ളൊരു പാത്രം മതി അടച്ചു വെക്കാൻ പറ്റുന്ന. അതിൽ നമുക്ക് ഒരു സ്റ്റാൻഡ് റിങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ നമുക്ക് ഈ ഒരു മോൾഡ് ഇറക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ എല്ലാ കേക്കും ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ ഓവൻ ഇവിടെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്ന് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി ആയത് കാരണം ഞാനിപ്പോൾ ലൈറ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ കേക്കിന് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ കിട്ടും കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഡാർക്ക് കളറൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നത് കാരണം ആ ലൈറ്റിൻ്റെ കളറിലാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ലൈറ്റായിട്ട് തോന്നുന്നു. ഇനി പുറത്ത് കൊണ്ടുപോയി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ തന്നെ കിട്ടും. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഗനാche ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീം ഈ ഒരു പാത്രത്തിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് കോമ്പൗണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീം നന്നായിട്ട് ചൂടായിരിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ഫ്ലെയിം ഓൺ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്നു.
ഇനി നമുക്ക് ഗണാശ ആവശ്യത്തിന് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫിനിമിൽ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് സ്ട്രോബെറി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സ്ട്രോബെറി കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചെറി വെച്ചിട്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തോന്നൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു കളറാണ് കേട്ടോ ഈ കേക്ക്. ഇപ്പോൾ ഞാനത് പുറത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അകത്ത് നമ്മുടെ ആ ഒരു റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റ് കൊണ്ടാണ് കേട്ടോ കുറച്ചൊരു ലൈറ്റ് കളറായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്